നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിക്കുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. സൗദിയിൽ കോഴിമുട്ടയുടെ വിലയിലും വർധനവ് തുടരുകയാണ്. ഇതിന് പിന്നാലെ ഇപ്പോഴിതാ പൊടുന്നനെ സൗദിയിൽ പാൽ ഉൽപ്പന്നങ്ങൾക്കും വില കൂട്ടിയിരിക്കുകയാണ്. പുതുവത്സര ദിനത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് കമ്പനികൾ ഇത്തരത്തിൽ വില കൂട്ടിയത്. ഉൽപാദന ചിലവ് വർദ്ധിച്ചതാണ് പെട്ടെന്ന് വില വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതെന്ന് പ്രമുഖ ക്ഷീര കമ്പനിയായ മൽ മറായി വിശദീകരിച്ചു. ഉൽപ്പന്നങ്ങളുടെ ചിലവ്, കാലിത്തീറ്റയുടെ വില വർധനവ്, ഗതാഗത മേഖലയിൽ ഡീസലിനുൾപ്പെടെയുണ്ടായ വില വർധനവ് എന്നിവ പാൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് കാരണമായതായി ഉൽപാദക കമ്പനികൾ പറയുന്നു. പാലിന് പുറമെ കമ്പനികളുടെ മറ്റുൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. സൗദിയിൽ കോഴിമുട്ടയുടെ വിലയും അനിയന്ത്രിതമായി വർദ്ധിക്കുകയാണ്. രാജ്യത്തെ പ്രധാന മാർക്കറ്റുകളിൽ ഒരു ട്രേ കോഴിമുട്ടയുടെ വില 27 വരെ ഉയർന്നതായാണ് കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ മുട്ടയുടെ വിലയിൽ 10% വരെയാണ് വർധനവ് രേഖപ്പെടുത്തിയത്. അതായത് ഒരു ട്രേയുടെ വിലയിൽ 5 റിയാൽ കൂടി. മുട്ടയ്ക്ക് ആവശ്യക്കാരേറിയതും കോഴിത്തീറ്റയ്ക്ക് വില കൂടിയതുമാണ് വിലക്കയറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നേരത്തെ 20 റിയാലിനും 22 റിയാലിനും ഇടയിലായിരുന്ന വിലയാണ് കഴിഞ്ഞ ദിവസം 27 റിയാൽ വരെ എത്തിയത്. എന്നാൽ ചില മുട്ട ഉൽപാദന കമ്പനികൾ വില വർദ്ധിപ്പിക്കാതെ വിപണിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. അതേസമയം അവശ്യ വസ്തുക്കളിലൊന്നായ മുട്ടയുടെ വില വർധനവ് നിയന്ത്രിക്കണമെന്ന ആവശ്യം രാജ്യത്ത് ശക്തമാണ്. പ്രമുഖ വ്യാപാരികളും ഈ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വർഷം ആദ്യം മുതൽ തന്നെ ചില കോഴി ഫാം ഉടമകളും ഇറക്കുമതിക്കാരും മുട്ടയ്ക്ക് വില വർദ്ധിപ്പിച്ചിരുന്നു. കോഴി ഫാമുകളുടെ ചിലവിലുണ്ടായ വർധനവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. കഴിഞ്ഞ നവംബറിൽ കോഴിമുട്ട വില 40% വർദ്ധിച്ചത്. ഒക്ടോബറിൽ പ്രാദേശിക ഫാമുകളിലെ മുട്ട വില 21.76 റിയാൽ ആയിരുന്നു. 2021 ഇതേ സമയത്ത് 15.52 റിയാൽ ആയിരുന്ന സ്ഥാനത്താണിത്. പിന്നീട് ഓരോ മാസവും 7.09% എന്ന തോതിൽ ഇത് വർദ്ധിച്ചു. അതിനിടെ അനുകൂല സാഹചര്യം മുതലാക്കി ചിലർ മുട്ട പൂഴ്ത്തിവെക്കുകയും കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നതായും ആരോപണമുയർന്നിട്ടുണ്ട്. എന്നാൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് വിപണി നിരീക്ഷണം ശക്തമാക്കിയതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഓൺലൈൻ നിരീക്ഷണ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും കർശനമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ജനറൽ അതോറിറ്റി ഫോർ കോമ്പറ്റീഷനുമായി സഹകരിച്ച് പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പ്രാദേശിക കമ്പോളത്തിലെ 280 അവശ്യ വസ്തുക്കളുടെ വില സ്ഥിരമായി വിലയിരുത്തി അയൽ രാജ്യങ്ങളിലെ വിലയും സൗദി അറേബ്യയിലെ വിലയും തമ്മിൽ താരതമ്യം ചെയ്യുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.